കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. പിറവം നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി സാബു കെ ജേക്കബ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പിറവം നിയോജക മണ്ഡലത്തിലെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറും തഹസിൽദാറുമായ അജിത് കുമാർ KG മുമ്പാകെയാണ് പത്രിക സമർപ്പണം നടത്തിയത്. പിറവം നിയോജക മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി സാബു കെ ജേക്കബ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പിറവം നിയോജക മണ്ഡലത്തിലെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറും തഹസിൽദാറുമായ അജിത് കുമാർ KG മുമ്പാകെയാണ് പത്രിക സമർപ്പണം നടത്തിയത്. LDF പ്രവർത്തകർക്കും നേതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഒപ്പം എത്തിയാണ് പത്രിക നൽകിയത്. പിറവം നിയോജക മണ്ഡലത്തിൽ നിന്നും പത്രിക സമർപ്പിക്കുന്ന മൂന്നാമത്തെ സ്ഥാനാർത്ഥിയാണ് സാബു കെ ജേക്കബ്. ഞാൻ സാബു കെ ജേക്കബ് എന്ന ഞാൻ അംഗത്വം വഹിക്കുന്നതിന് ഒരു സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ കേരള നിയമസഭ നിയമമനുസരിച്ച് സ്ഥാപിതമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയോട് ഞാൻ യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ഞാൻ നിലനിർത്തുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പിറവത്തു നിന്നും LDF വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്നും കേരളത്തിലുടനീളം LDFന് അനുകൂലമായ സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളതെന്നും വോട്ടർമാരിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്നും പത്രിക സമർപ്പണത്തിന് ശേഷം സാബു കെ ജേക്കബ് പ്രതികരിച്ചു. പിറവം ഉറച്ച ഒരു UDF മണ്ഡലമല്ല. കാരണം MJ ജേക്കബ് അവിടെ നിന്ന് ജയിച്ചിട്ടുണ്ട്, നേരത്തെ ശ്രീ ഗോപി കോട്ടമുറി ജയിച്ചിട്ടുണ്ട്. അപ്പോൾ പിറവം ഒരു ഉറച്ച UDF മണ്ഡലമാണെന്ന് പറയാൻ കഴിയില്ല. സാഹചര്യം അനുസരിച്ച് അത് മാറാറുണ്ട്. ഒരു വികസന മുരടിപ്പിന് എതിരായിട്ടുള്ള ഒരു വോട്ട് അവിടെ രൂപീകൃതമായിട്ടുണ്ട് നിയോജക മണ്ഡലമെമ്പാടും. അതെനിക്ക് അനുകൂലമായി വരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നമ്മൾ ഏറ്റവും നല്ല പ്രചരണമാണല്ലോ. ഇപ്പോൾ റോഡ് ഷോ മുഴുവൻ പൂർത്തിയായി, കടകൾ കയറി കഴിഞ്ഞു. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് സ്ഥാനാർത്ഥിയുടെ പര്യടനമാണ്. അത് നാളെ ആരംഭിക്കും, നാളെ തിരുവാങ്കുളത്ത് നിന്ന് ആരംഭിക്കും. തുടർച്ചയായി ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂ, പക്ഷേ മാക്സിമം ആളുകളെ നേരിട്ട് കാണാൻ എല്ലാ പള്ളികളിലും അമ്പലങ്ങളിലും ഉത്സവം നടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും, കാരണം ഏറ്റവും കൂടുതൽ ആളുകളെ കാണാൻ കഴിയുന്ന അവിടെയാണല്ലോ, അവിടെ എത്തിച്ചേരുന്നുണ്ട്, അത് കാണാൻ കഴിയുന്നുണ്ട്, അത് വിജയപ്രദമാക്കാൻ കഴിയുന്നുണ്ട്. വളരെ അനുകൂല സാഹചര്യം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ അത്ര കണ്ടെനിക്ക് പോരായെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഏതാനും ദിവസങ്ങൾ പിന്നിടുമ്പോൾ ആളുകൾ തരുന്ന ഉത്തേജനം, ഞാനൊരു ദിവസം 1000 പേരെങ്കിലും കാണും, അതിൽ 700 പേരും പറയുന്നു പിറവത്തൊരു മാറ്റം അനിവാര്യമാണ്, ജയിച്ചു വരുമെന്നാണ് പറയുന്നത്. അതിൽ കൂടുതൽ എന്താ ആത്മവിശ്വാസം വേണ്ട? അതല്ലേ ഏറ്റവും വലിയ ആത്മവിശ്വാസം. കൂത്താട്ടുകുളം ഏരിയ സെക്രട്ടറി PB രതീഷ് അടക്കമുള്ള നേതാക്കളും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.